കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് പമ്പിങ്ങാണ്. 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും. ഡ്രെയിനേജ് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കണം. സ്ലോപ്പ് കൂടാൻ പാടില്ല, ഓവറായിട്ട് സ്ലോപ്പ് ഇടാൻ പാടില്ല. കറക്റ്റ് നൂല് പിടിച്ചിട്ട് വാട്ടർ ലെവൽ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും രണ്ടിനും ചേമ്പറൊക്കെ കെട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2 സൈഡിൽ നിന്നുള്ളതായതുകൊണ്ട് 2 സൈഡിലും ചേമ്പർ കെട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കുളിമുറിക്ക് വേണ്ടിയും ഒന്ന് സെപ്റ്റി ടാങ്കിന് വേണ്ടിയുള്ളത് 2 ചേമ്പറാണ് ഇവിടെ വന്നേക്കുന്നത്. 2 സൈഡിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് വരുന്ന വെള്ളം, കിച്ചണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് കൊടുക്കുന്നുണ്ട്. അതിന് 3 ഇഞ്ച് പൈപ്പാണ് ഓടിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് ഇറങ്ങി 3 ഇഞ്ച് പൈപ്പിലേക്ക് കണക്റ്റ് ആവും. ഒരിക്കലും 2 ഇഞ്ച് പൈപ്പ് മാത്രം ഇടല്, കാരണം അത് പെട്ടെന്ന് തന്നെ ബ്ലോക്കായി നിറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കിച്ചണിലെ ടാങ്കും കുളിമുറിയിലെ ടാങ്കും കൂടി ഒരുമിച്ചാക്കരുത്. കാരണം കുളിമുറിയിൽ നിന്ന് വരുന്ന വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോയിക്കോളും. പക്ഷേ കിച്ചണിൽ നിന്ന് അങ്ങനെയല്ല, എണ്ണമയം വന്ന് ബ്ലോക്കാകും, നിറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാത്റൂമിൽ കിച്ചണും സെപ്പറേറ്റ് ടാങ്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.